നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും ഒക്ടോബർ 6 മുതൽ 10 വരെയുള്ള തീയതികളിലാണ് വിവിധ മേഖലയിലുള്ള നോബൽ പുരസ്കാര ജേതാക്കളുടെ പേരുകൾ പ്രഖ്യാപിക്കുന്നത്. റോയൽ സ്വീഡിഷ് അക്കാദമിയാണ് പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിക്കുന്നത്. രസതന്ത്രം, സാഹിത്യം, സമാധാനം, ഭൗതികശാസ്ത്രം, വൈദ്യശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം എന്നീ മേഖലകളിൽ ലോകത്ത് മഹത്തായ സംഭാവനകൾ നൽകിയവർക്ക് നൽകുന്ന പുരസ്കാരമാണ് നോബൽ സമ്മാനം. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ വെനിസ്വേലയിലെ പ്രതിപക്ഷ നേതാവും ജനാധിപത്യ പ്രവർത്തകയുമായ മരിയ കൊറീന മച്ചാഡോയ്ക്ക്. വെനിസ്വേലയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അവരുടെ അക്ഷീണ പ്രയത്നത്തിനും സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് നീതിയുക്തവും സമാധാനപരവുമായ ഒരു മാറ്റം കൈവരിക്കുന്നതിനുമുള്ള പോരാട്ടത്തിനുമാണ് അവർക്ക് സമാധാനത്തിനുള്ള പുരസ്കാരം നൽകിയത് എന്ന് നോബൽ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. വളർന്നുവരുന്ന അന്ധകാരത്തിനിടയിൽ ജനാധിപത്യത്തിന്റെ ദീപശിഖ അണയാതെ കാക്കുന്ന ധീരയും പ്രതിബദ്ധതയുമുള്ള സമാധാനത്തിന്റെ വക്താവിനാണ് 2025 പുരസ്കാരമെന്നും നോബൽ കമ്മിറ്റി വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നിരാശ നൽകുന്നതാണ് ഈ പ്രഖ്യാപനം. സമാധാന നോബലിന്റെ തന്റെ അത്ര അർഹത മറ്റാർക്കും ഇല്ല എന്ന വാദം ട്രംപ് നിരന്തരം ആവർത്തിച്ചിരുന്നു. അധികാരത്തിലേറി 7 മാസത്തിനകം ഇന്ത്യ, പാകിസ്ഥാൻ, കംബോഡിയ, തായ്ലൻഡ്, കൊസാവോ, സെർബിയ, കോങ്കോ, റുവാണ്ട, ഇസ്രയേൽ, ഇറാൻ, ഈജിപ്ത്, എത്യോപ്യ, അർമേനിയ, അസർബൈജാൻ തുടങ്ങി 7 അന്താരാഷ്ട്ര സംഘർഷങ്ങൾ താൻ പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപിന്റെ വാദം. പുരസ്കാരം തന്റേതായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളാണ് സമാധാന നോബൽ പ്രഖ്യാപനത്തെ ശ്രദ്ധേയമാക്കിയത്. കഴിഞ്ഞ ദിവസം ദ പീസ് പ്രസിഡന്റ് എന്ന അടിക്കുറിപ്പോടെ ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രം വൈറ്റ് ഹൌസ് പങ്കുവച്ചിരുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, കംബോഡിയൻ പ്രധാനമന്ത്രി ഹൺ മാനെറ്റ്, US-ലെ നിയമനിർമ്മാതാക്കൾ, പാകിസ്ഥാൻ സർക്കാർ എന്നിവരാണ് ഇത്തവണ ട്രംപിനെ നോമിനേറ്റ് ചെയ്തത്. നേരത്തെയും ട്രംപ് നോബേലിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ US-ലെ 4 പ്രസിഡന്റുമാർക്കാണ് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. ഒരു US വൈസ് പ്രസിഡന്റിനും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ, ഇലോൺ മസ്ക്, പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ എന്നിവരും സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ പുരസ്കാരമായാണ് നോബൽ സമ്മാനത്തെ കണക്കാക്കുന്നത്. നോബൽ പതക്കത്തിനും ബഹുമതി പത്രത്തിനും പുറമെ ജേതാവിന് 10 മില്യൺ സ്വീഡിഷ് ക്രോണ വരെ 2006-ലെ കണക്ക് പ്രകാരം 6,26,00,000 രൂപ ലഭിക്കുന്നു. എന്നാൽ പുരസ്കാരങ്ങൾക്കായി നോമിനേറ്റ് ചെയ്യപ്പെടുന്നവരുടെ വിവരങ്ങൾ അക്കാദമി പെട്ടെന്നൊന്നും പുറത്തുവിടാറില്ല. 50 വർഷം വരെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണം എന്നതാണ് ചട്ടം. 1896-ൽ അന്തരിച്ച സ്വീഡിഷ് ശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് നോബലിന്റെ അവസാന വിൽപത്ര പ്രകാരമാണ് നോബൽ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്. അദ്ദേഹം മരിക്കുന്നതിന് 1 വർഷം മുൻപ് തയ്യാറാക്കിയ വിൽപത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ നിർദ്ദേശങ്ങളും ചേർത്തിട്ടുണ്ട്. നോബൽ ഫൗണ്ടേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം ഈ ബഹുമതികൾക്ക് നേരിട്ട് അപേക്ഷിക്കാൻ സാധിക്കില്ല. പകരം അക്കാദമിക് വിദഗ്ധരോ മുൻ നോബൽ പുരസ്കാര ജേതാക്കളോ പ്രമുഖ ഗവേഷകരോ പാർലമെന്റേറിയന്മാരോ അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നുള്ളവരോ ആയിരിക്കണം നാമനിർദ്ദേശം സമർപ്പിക്കേണ്ടത്. 50 വർഷത്തെ രഹസ്യം. ഇത്തരത്തിൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ വിവരങ്ങൾ പുരസ്കാരം പ്രഖ്യാപിച്ച 50 വർഷം വരെ രഹസ്യമായി സൂക്ഷിക്കേണ്ടതുണ്ട്. നാമനിർദ്ദേശം ലഭിച്ചവരുടെയും നാമനിർദ്ദേശം ചെയ്തവരുടെയും വിവരങ്ങൾ ഒരു കാരണവശാലും 50 വർഷത്തേക്ക് പുറത്തുവിടരുത് എന്ന് നോബൽ ഫൗണ്ടേഷൻ ചട്ടങ്ങളിൽ കർശനമായിട്ടുള്ള നിർദ്ദേശവുമുണ്ട്. അതായത് 2025-ൽ ഒരു വ്യക്തിയെ നോബൽ പുരസ്കാരത്തിനായി നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ടെങ്കിൽ 2075 വരെ ആ വിവരങ്ങൾ വെളിപ്പെടുത്താൻ പാടുള്ളതല്ല എന്നാണ് പറയുന്നത്. 1901 മുതലാണ് ആദ്യമായി ഈ പുരസ്കാരം നൽകി തുടങ്ങിയത്. പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുക്കുന്ന രീതി, നിഷ്പക്ഷത, സ്വാതന്ത്ര്യം എന്നിവ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പുരസ്കാരത്തിനായി നാമനിർദ്ദേശം ചെയ്യുന്നവരുടെ വിവരങ്ങൾ ഉടൻ വെളിപ്പെടുത്തിയാൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും കാരണമായേക്കാം. അത്തരത്തിലുണ്ടാകുന്ന ചർച്ചകളുടെ ന്യായയുക്തതയെ അപകടത്തിലാക്കുമെന്നും ഫൗണ്ടേഷൻ വിശദീകരിച്ചു. ബാഹ്യ ഇടപെടലുകളിൽ നിന്ന് നോബൽ സമ്മാനത്തെ സംരക്ഷിക്കുക എന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നത്. ഇതിലൂടെ അർഹരായ വ്യക്തികളെ ശുപാർശ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുവെന്ന് നോബൽ ഫൗണ്ടേഷൻ അഭിപ്രായപ്പെടുന്നു. 1973-ൽ US സ്റ്റേറ്റ് സെക്രട്ടറി ഹെൻറി കിസിംഗറിന് നൽകിയ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വിയറ്റ്നാം യുദ്ധത്തിനിടയിൽ ആഗോള ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. നാമനിർദ്ദേശം ചെയ്തവരുടെ പേരുകൾ പരസ്യമാക്കിയിരുന്നുവെങ്കിൽ അവർക്ക് രാഷ്ട്രീയ തിരിച്ചടിയോ സമ്മർദ്ദമോ നേരിടേണ്ടി വരുമായിരുന്നുവെന്ന് നിരീക്ഷകർ പറയുന്നു. നോബൽ സമ്മാനത്തിന്റെ ചരിത്രത്തിൽ 1939-ൽ ഒരു രസകരമായ വിവരം പുറത്തുവന്നിരുന്നു. അഡോൾഫ് ഹിറ്റ്ലറിനെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു എന്നായിരുന്നു അത്. ഔദ്യോഗിക രേഖകൾ പ്രകാരം ഹിറ്റ്ലറെ ആക്ഷേപഹാസ്യ പ്രതിഷേധമായാണ്
നാമനിർദ്ദേശം ചെയ്തിരുന്നത്. അത് പിന്നീട് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഈ സമയത്ത് ഈ വിവരം പുറത്തു വന്നിരുന്നുവെങ്കിൽ ഇത് കടുത്ത പ്രതിഷേധത്തിന് കാരണമാകുമായിരുന്നു. 244 വ്യക്തികൾക്കും 94 സംഘടനകൾക്കുമാണ് ഇത്തവണ നാമനിർദ്ദേശം ഉള്ളത്. സ്വയം പ്രഖ്യാപിത നാമനിർദ്ദേശങ്ങളുടെയും അഭ്യൂഹങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ട്രംപ് അടക്കമുള്ളവരുടെ പേര് ഉയരുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ, ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ, ടെസ്ല സ്ഥാപകനും ശതകോടീശ്വരനുമായ ഇലോൺ മസ്ക്, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, റഷ്യൻ മുൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ ഭാര്യ യൂലിയ, UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, പലസ്തീനികൾക്ക് വേണ്ടിയുള്ള UN ഏജൻസി തുടങ്ങിയവരുടെ പേരും പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൂടുതൽ ചരിത്രവുമായി വീണ്ടും വരാം. ചരിത്രഭൂമിക സബ്സ്ക്രൈബ്